വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മട്ടർ പനീർ മസാല റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 3 വെളുത്തുള്ളി അല്ലിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വേണ്ടത് തക്കാളിയാണ് കേട്ടോ. ഒരു തക്കാളി വലുതായി അരിഞ്ഞതും കൂടി ചേർത്ത് 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് കാഷ്യൂനട്ടാണ്. ഒരു 5 10 കാഷ്യൂനട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സെയിം പാനിൽ തന്നെ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ വീട്ടിൽ തയ്യാറാക്കിയ ആ ഒരു പനീറാണ് കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ല കട്ട് ചെയ്തെടുത്തപ്പം. ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ആ ഒരു ബട്ടറിൽ. പിന്നെ വേണ്ടത് 1 കപ്പോളം ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ്. അതും ഒരു 3 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേറെ പാത്രത്തിലാക്കി വെക്കാം കേട്ടോ. ഇനി ആ ഒരു സെയിം പാനിൽ തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുമിൻ സീഡാണ് കേട്ടോ, ജീരകം ഉണ്ടല്ലോ, നല്ല ജീരകവും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി വെച്ച മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ വേണം ചെയ്തെടുക്കാൻ കേട്ടോ. എന്നാൽ മാത്രമേ കറിക്ക് നല്ല ടേസ്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഞാനിതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരും കേട്ടോ. ആ ഒരു ടൈമിൽ നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാല പൗഡറുമാണ്. മുളക് പൊടി നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനിയിപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഫ്രോസൺ ഗ്രീൻ പീസും പനീറും കൂടി ഇതിലേക്ക് ചേർത്ത് 2 മിനിറ്റോളം ഈ ഒരു മസാലയിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് 3 5 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു വെള്ളം വറ്റി വരുന്നത് വരെ കുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും അവസാനം കസൂർ മെത്തി ലീവ്സും പിന്നെ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കറിക്ക് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. അപ്പോൾ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോട് കൂടി തന്നെ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ മട്ടർ റെസിപ്പിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.